ചങ്ങായിമാരെ, നമ്മളടുത്ത് പോകാൻ പോകുന്നത് ഇവിടുത്തെ UAE തന്നെ ഏറ്റവും വലിയൊരു മോസ്കിലേക്കാട്ടാ, ഗ്രാൻഡ് മോസ്ക്. അല്ലേ സുമാന പോയിട്ടുണ്ടോ? ഇല്ല, ഫസ്റ്റ് ടൈം. സുഭാഷേട്ടനും പോയിട്ടുണ്ടാവില്ല അല്ലേ? പോയിനാ തോന്നുന്നു? ഇല്ല. ഷാർജയോട് ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ട് ഷാർജ വിട്ടിട്ട് എവിടെയും പോയില്ല. നമ്മൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നേ. ഷെയ്ഖ് സയ്യിദ് മോസ്ക് കേട്ടോ, ഗ്രാൻഡ് മോസ്കിലേക്ക് നമ്മൾ പോകുന്നു. അതിമനോഹരമായ മോസ്കാണ്. അവിടെ പോയത് എനിക്ക് താജ്മഹലിൻ്റെ ആ ഒരു ഫീൽ കിട്ടിയിരുന്നു പോയത്. ഞാൻ അമ്മ വന്നപ്പോൾ പോയിരുന്നു. നമുക്ക് നേരെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളാണ്. ചങ്ങായിമാരെ, നല്ല ചൂട്, ഒടുക്കത്തെ ചൂട്. നോക്കിയാൽ നമ്മളിവിടെ നട്ടപ്പൊരിയുന്ന വെയിലത്ത് വന്ന് നിന്നിട്ടുള്ളേ ബസ്സിന് കാത്തേക്ക് വന്നു. 94 അല്ലെങ്കിൽ 24 എന്ന് പറഞ്ഞ നമ്പർ ബസ്സിലേക്ക് കയറാൻ പറ്റും പള്ളിയിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് കേട്ടോ. ശീതം പിടിച്ച് വിറക്കുന്നതെന്നെല്ലാം പറഞ്ഞാൽ ചൂട് കൊണ്ട് അടുപ്പിൻ്റെ അടുത്ത് പോയി എന്നാലും വരെ ഇത്രപാട് ചൂടുണ്ടാവില്ല കേട്ടോ. അമ്മാതിരി ചൂട് എൻ്റെ മോനെ. കനൽ തന്നെ ശരിക്കും നമ്മളെ തീച്ചാമണ്ടീൻ്റെ അടുത്ത് തന്നെ പോയി നിന്ന പോലെ ഉള്ളേ, ആ ജാതി ചൂട്. നമുക്ക് പോകേണ്ട ബസ് വന്നു 24. ഇതാണ് ഗ്രാൻഡ് മോസ്ക് കേട്ടോ. അടിപൊളി വ്യൂസ് അല്ലേ, ബസ് കാഴ്ച കേട്ടോ. അടിപൊളിയല്ലേ? പള്ളി കാണാം ചങ്ങായിമാരെ, നമ്മൾ പള്ളീൻ്റെ പുറത്തെത്തി കേട്ടാ. പള്ളി കാണാം. കാണേണ്ട കാഴ്ച തന്നെയാണ് ഈ പള്ളി, അടിപൊളിയാണ് ചങ്ങായിമാരെ. പള്ളീൻ്റെ എൻട്രൻസ് ഇതുവഴിയാണ് പോകണ്ട കേട്ടോ. എസ്കലേറ്ററിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ചങ്ങായിമാരെ, പള്ളിയിൽ കയറാൻ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ടിക്കറ്റ് ഫ്രീ ആണ്, പക്ഷേ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ അവിടത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കല. ചങ്ങായിമാരെ, പണ്ട് അമ്മ വന്ന സമയത്ത് നമ്മളിവിടെ വന്നിരുന്നു. അന്നേരം ടിക്കറ്റ് ഒന്നും വേണ്ടിയിരുന്നു കേട്ടോ. ഇപ്പോൾ വന്ന് ടിക്കറ്റിലാക്കിയിരുന്നു. നമ്മൾ വരുന്ന കയറിപ്പോകും. പെണ്ണുങ്ങൾ പറഞ്ഞിടണോ, ആണുങ്ങൾ ട്രൗസറോ അങ്ങനത്തെ എന്തെങ്കിലും വേഷം, നല്ല വേഷമാണെങ്കിൽ ഒന്നും വേണ്ട, ആ വേഷത്തോടു കൂടെ കയറാം. അല്ലെങ്കിൽ കന്തൂരി ഇടണം. പാൻറ് ഷർട്ടെല്ലാം കുഴപ്പമില്ല, ട്രൗസറിലാണെങ്കിൽ കന്തൂരി ഇട്ടിട്ടേ കയറാൻ പറ്റും. അത്രയും നിയമമുണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റിലാക്കി. സുമോയിൽ ടിക്കറ്റ് എടുക്കാൻ പോയിരുന്നു. ഒരാൾ മാത്രം പോയാൽ മതി. മോനങ്ങനെ പോയിട്ടുണ്ട്. നീണ്ട എസ്കലേറ്ററിലൂടെ പോയിട്ട് നമ്മൾ പള്ളിയിലേക്ക് എത്തും കേട്ടോ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല നമ്മൾ. മോസ്കിൻ്റെ അടുത്ത് എത്തിയട്ടോ. എന്താ മോസ്ക് കിട്ടുമല്ലേ ചങ്ങായിമാരെ. നമ്മുടെ അബുദാബി യാത്രയിലെ എമിറേറ്റ്സ് പാലസ് പഞ്ചനക്ഷത്ര ഹോട്ടൽ കണ്ടതിന് ശേഷം പിന്നീട് പോയത് വലുപ്പത്തിൽ ലോകത്തിലെ തന്നെ 8ാമത് നിൽക്കുന്ന പള്ളിയായ ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ മസ്ജിദ് അല്ലെങ്കിൽ ഗ്രാൻഡ് മോസ്ക് എന്നറിയപ്പെടുന്ന പള്ളി കാണാനാണ്. അബുദാബിയിലെ ഈ പള്ളിയും ഈ നാടും ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞതാണ്. അതുപോലെ തന്നെയാണ് ഇതിനകത്തേക്ക് കയറി ചെന്നാൽ നമുക്ക് അനുഭവപ്പെടുക. സ്നേഹത്തിനും ചേർത്ത് പിടിക്കലിനും മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന രാജാക്കന്മാരുള്ള രാജ്യം. ജാതിമത വർഗവർണ്ണ ഭേദമന്യേ ഏതൊരു മനുഷ്യനും കയറിച്ചെല്ലാൻ പറ്റുന്ന ഒരു പള്ളി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ
എൻ്റെ മനസ്സിൽ താജ്മഹലിൽ പോയ ഓർമ്മകൾ ഓടി വന്നിരുന്നു. ഞാൻ പണ്ട് അമ്മ വന്നപ്പോൾ അവിടെ വന്നിട്ടുണ്ടെങ്കിലും പിന്നെയും പിന്നെയും കാണാൻ തോന്നുന്ന എന്തോ ഒന്ന് അവിടെ ഉള്ളതുപോലെ മനസ്സിൽ തോന്നും. ആദ്യമായി കാണുന്നത് പോലെ നോക്കി നിന്നു പോകും. ഒരേ സമയം 40,000-ലധികം പേർക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു പള്ളിയാണ് ഗ്രാൻഡ് മോസ്ക്. അതുപോലെ പള്ളിക്കകത്ത് വിരിച്ചിരിക്കുന്ന കാർപ്പറ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാർപ്പറ്റ് എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയ ഒന്നാണ്. അതുപോലെ തന്നെയാണ് ഈ പള്ളിയുടെ മിനാരങ്ങളും താഴികക്കുടങ്ങളും അകത്തെ ലൈറ്റും വ്യത്യസ്തത നിറഞ്ഞത് തന്നെയാണ്. ഈ പള്ളിയുടെ അകത്തളത്തിലെത്തിയാൽ നമ്മളെ വേറെ ഏതോ ഒരു ലോകത്തേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു പ്രതീതിയാണ് ജനിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് മാർബിൾ കൊത്തിവച്ചിരിക്കുന്ന പല ചിത്രങ്ങളും, അതിൻ്റെ നിലത്ത് ചെയ്തിരിക്കുന്ന പല ചിത്രങ്ങളും കണ്ടാൽ നമുക്ക് തോന്നുക ശില്പിയുടെ കരവിരുത് കാഴ്ചയിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒന്നു തന്നെയാണ്. ഈ പള്ളിയും ഈ പള്ളിയുടെ മനോഹരമായ കാഴ്ചകളും മതസാഹോദര്യവും ചേർത്തുപിടിക്കലും ലോകമുള്ള കാലത്തോളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്ക് എന്നാൽ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകാം. ചങ്ങായിമാരെ, നമ്മൾ മോസ്കിൽ നിന്ന് തിരിച്ചിറങ്ങി കേട്ടോ. എൻ്റെ മൈക്കാടെ മേടിച്ച് വെച്ചിരുന്നു, മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോക്കാണ്. അത് മേടിച്ച് പുറത്തിറങ്ങിയിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നതായിരിക്കും അല്ലേ? താവാനായി കേട്ടോ, തളർന്നായി. ചൂട് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ചൂടാണ്. ഉണ്ടോന്നും ഉണ്ടാവും അല്ലേ? അടിപൊളിയാണ് കേട്ടോ അതിനുള്ളിൽ കാണാൻ വേണ്ടി. ഇതാണ് ഗ്രാൻഡ് മോസ്ക് കേട്ടോ. അബുദാബി ചങ്ങായിമാരെ, നമ്മൾ അമ്പലത്തിലെല്ലാം പോകണമെന്ന് വിചാരിച്ചു കേട്ടോ. അമ്പലത്തിൽ പോക്ക് ക്യാൻസലായിപ്പോയി, കാരണം ലേറ്റായിപ്പോയി. ഇനി പോക്ക് നടക്കൂല. നമ്മൾ പള്ളിയിൽ നിന്നെല്ലാം ഇറങ്ങി വന്ന് ഭക്ഷണം കഴിച്ചില്ലേ ഉച്ചക്ക്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് സമയം നോക്കുമ്പോൾ ഒരുപാടായി. ഇവിടുന്ന് 1 മണിക്കൂർ 20 മിനിറ്റ് ഓട്ടോ അല്ലേ? മോദിൻ്റെ ഇടാം. അമ്പലത്തിൽ പോകണമെന്നിട്ട് വന്നിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റുന്ന അമ്പലത്തിൽ പോക്ക് നമ്മൾ ഈദ് ഹോളിഡേയ്സിലേക്ക് മാറ്റി വെച്ചു അല്ലേ? ഇവിടുന്ന് അവിടെ എത്തി, പിന്നെ അവിടുന്ന് അമ്പലമെല്ലാം കണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. നാളെ സുഭാഷ് ചേട്ടന് വർക്കുണ്ട്, അതുകൊണ്ട് മാത്രം നമ്മൾ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി വെച്ചു. വേറെ എന്താ പറയാ? ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാ? ഞാൻ ഇങ്ങോട്ടേക്ക് അപ്പോൾ എല്ലാം പറഞ്ഞാൽ തന്നെ ബൈ ബൈ, നമ്മൾ പോവാം. ചങ്ങായിമാരെ, അങ്ങനെ റൂമിലെത്തിയിട്ടാ നല്ല ടയർഡായി പോയി. ഇപ്പം തന്നെ സമയം 10 മണിയായി. നമ്മളവിടെ പോയിരുന്നെങ്കിൽ ഒരുപാട് ലേറ്റ് ആയ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കില്ല കേട്ടോ. നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജി.